തിരുവനന്തപുരത്ത് കോൺഗ്രസിൽ രാജിനാടകം. DCC പ്രസിഡന്റ് പാലോട് രവി രാജിവെച്ചു. KPCC രാജി സ്വീകരിച്ചില്ല. തൻ്റെ മണ്ഡലത്തിൽ തൻ്റെ പഞ്ചായത്തിലെ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് DCC പ്രസിഡന്റ് പാലോട് രവി രാജിവെച്ചത്. ഇതിൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളുമായി സൂര്യഗായത്രി ചേരുകയാണ്. സൂര്യഗായത്രി, തിരുവനന്തപുരത്ത് രാജിനാടകം, എന്താണ് കാരണം? എന്തൊക്കെയാണ് ഈ പറയപ്പെടുന്നതിനപ്പുറത്തുള്ള പിന്നാമ്പുറങ്ങൾ? അജിംഷാദ്, തിരുവനന്തപുരത്തെ DCC പ്രസിഡന്റ് പാലോട് രവിയുടെ രാജിക്കത്ത് KPCC നേതൃത്വം ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. KPCC അധ്യക്ഷൻ സുധാകരനാണ് രാജിക്കത്ത് പാലോട് രവി നൽകിയിരുന്നത്. രാജിക്കത്ത് തള്ളി എന്നൊരു വാർത്തയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം തന്നെ തന്റെ സ്വന്തം പഞ്ചായത്തിലെ പാർട്ടിക്ക് ഭരണം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പെരിങ്ങമല പഞ്ചായത്ത് ഭരണമാണ് UDFന്റെ കയ്യിൽ നിന്നും നഷ്ടമായത്. കൂടാതെ പഞ്ചായത്ത് പ്രസിഡന്റും 2 അംഗങ്ങളും കഴിഞ്ഞ ദിവസം പാർട്ടി വിട്ട് CPMലേക്ക് ചേരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഈ സാഹചര്യം കണക്കിലെടുത്ത് ഒരു വൈകാരിക പ്രതികരണമായിട്ടാണ് ഇപ്പോൾ പാലോട് രവി രാജിക്കത്ത് KPCCക്ക് നൽകിയിട്ടുള്ളത്. തന്റെ സേവനം പാലോട് രവിയുടെ സേവനം കണക്കിലെടുത്ത് ഈ രാജിക്കത്ത് സ്വീകരിക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ KPCC നേതൃത്വം പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു രാജിക്കത്ത് തള്ളുന്ന സാഹചര്യമാണുള്ളത്. ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് രാജിക്കത്ത് എന്നതാണ് അതേസമയം പാലോട് രവി പറഞ്ഞിട്ടുള്ളത്. ഈ രാജിക്കത്ത് KC വേണുഗോപാൽ, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ശശി തരൂർ MP, രമേശ് ചെന്നിത്തല, MM ഹസൻ, മുരളീധരൻ MP, അടൂർ പ്രകാശ് തുടങ്ങിയവർക്കൊക്കെ തന്നെ ഇതിന്റെ ഒരു പകർപ്പും നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വൈകാരിക രാജിക്കത്ത് അല്ലെങ്കിൽ പാലോട് രവി നൽകിയിട്ടുള്ള രാജിക്കത്ത് KPCC നേതൃത്വം തള്ളുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള സൂര്യഗായത്രി, ഈ തിരുവനന്തപുരത്ത് ഒന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. AI ഗ്രൂപ്പുകളും മറ്റുള്ള ഗ്രൂപ്പുകളും ഒക്കെ തമ്മിലുള്ള സ്ഥാനാർത്ഥി നിർണയവും ഉപദേശവുമൊക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ഇവിടെ പാലോട് രവി മുമ്പോട്ട് വെക്കുന്ന കാരണം തൻ്റെ പെരിങ്ങമല പഞ്ചായത്തിലെ ഭരണം നഷ്ടമായ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു എന്നാണ്. ഇതിനേക്കാൾ പ്രശ്നങ്ങൾ സോളാർ കാലത്തടക്കം ധാർമ്മികമായി ഉയർന്നിട്ടും പല വിധത്തിലുമുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടും ഒന്നും നടക്കാത്ത സംഭവങ്ങളാണ്. ശരി, പക്ഷേ എങ്കിൽ പോലും ഈ പറയപ്പെടുന്ന കാരണത്തിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും കാരണങ്ങൾ രാഷ്ട്രീയ ഇടനാഴിയിൽ സംസാരമായുണ്ടോ? അജിംഷാദ്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇതിന് മുൻപും നേതൃത്വം നിരവധി പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലും ഇത്തരത്തിലൊരു പ്രതികരണം DCC പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഇപ്പോൾ തന്റെ പഞ്ചായത്തിൽ ഭരണം നഷ്ടപ്പെട്ടു പോയി, പഞ്ചായത്ത് പ്രസിഡന്റും 2 അംഗങ്ങളും പാർട്ടി വിട്ട് CPMൽ പോയി എന്നൊരു കാരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് DCC പ്രസിഡന്റായിരുന്ന പാലോട് രവി ഇപ്പോൾ ഈ രാജിക്കത്ത് നൽകിയിരിക്കുന്നതിനെ ഒരു നാടകീയ അല്ലെങ്കിൽ ഒരു നാടകമായിട്ടാണ് നേതൃത്വം തന്നെ വിലയിരുത്തുന്നത്. ഈ ഒരു സംഘടനാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ പാർട്ടിക്കുള്ളിൽ നേരത്തെ ഉണ്ടായിരുന്ന പല തെരഞ്ഞെടുപ്പുകളിലും പാലോട് രവിയുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രതികരണം ഉണ്ടായില്ല, അല്ലെങ്കിൽ പാലോട് രവിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഒരു പങ്കാളിത്തം ലഭിച്ചിട്ടില്ല എന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഇതേ സാഹചര്യം കണക്കിലെടുത്ത് ഇപ്പോൾ ഇദ്ദേഹം ഇത്തരത്തിലൊരു രാജിക്കത്ത് നൽകേണ്ട സാഹചര്യമൊന്നും നിലവിൽ പാർട്ടിക്കുള്ളിൽ ഇല്ല. ഇത് പാലോട് രവിയുടെ ഒരു നാടകമാണ് എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഈ ഒരു നേതൃത്വത്തിന്റെ അകത്തു നിന്ന് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട്. എന്തായാലും രാജിക്കത്ത് KPCC നേതൃത്വം തള്ളുകയാണ്. ഇത് സംബന്ധിക്കുന്ന കൂടുതൽ പ്രതികരണങ്ങൾ വരും ദിവസങ്ങളിൽ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുമെന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. അജിംഷാദ്. ശരി, സൂര്യഗായത്രിയാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്. പാലോട് രവി രാജിവെക്കുന്നു. സ്വന്തം പഞ്ചായത്തിലെ തോൽവിയുടെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് രാജിവെക്കുന്നത്. പക്ഷേ രാജിക്കത്ത് സ്വീകരിക്കാതെ KPCC പ്രസിഡന്റിൻ്റെ മറുപടി. ഇത്തരത്തിലുള്ള ഒരു രാജിനാടകമാണ് തിരുവനന്തപുരത്ത് നിന്ന് വരുന്നത്. പക്ഷേ ഈ പറയപ്പെടുന്ന കാരണത്തിനപ്പുറത്തേക്ക് എന്താണ് ഇതിൻ്റെ പിന്നാമ്പുറമെന്ന് വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിൽ നമുക്ക് അറിയാനാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായിരുന്നാലും വിവരങ്ങളും വിശദാംശങ്ങളുമാണ് സൂര്യഗായത്രി ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.